acetic acid, glacial acetic acid. Constitution: adapted to pale lean person with lax flabby muscles, face pale and waxy like ferrum. അപ്പോൾ ഫെറത്തിനെ പോലെ ഉള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. വളരെ ലീൻ ആൻഡ് പെയിൽ പേഴ്സൺ ആയിരിക്കും. ലാക്സ് ഫ്ലാബി മസിൽസ്, ഫേസ് പെയിൽ ആൻഡ് വാക്സി. മെൻ്റൽ സിംറ്റംസ് അതൊക്കെ ബോറിക് സിംറ്റംസ് ആണ്. Forgetful of the recent event, worried about business, sensation of sinking in abdomen causes dyspnea. Then GIT സിസ്റ്റത്തിൽ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിൽ വരുന്ന സിംറ്റം വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസി, അതുപോലെ തന്നെ ദർ ഇസ് എ സോർ ബെൽച്ചിങ് ഓഫ് പ്രഗ്നൻസി, അത് GIT സിസ്റ്റത്തിൽ വരുന്നൊരു സിംറ്റമാണ്. അതുപോലെ തന്നെ ബേണിംഗ് വാട്ടർ ബ്രാഷ് ആൻഡ് പ്രൊഫ്യൂസ് അലൈവേഷൻ, ദാറ്റ് ഈസ് ഫ്രം GIT. And there is also a symptom, there is increased thirst ഭയങ്കര കൂടുതലായിരിക്കും. There is intense burning insatiable thirst, even for a large quantity of water there will be thirst. And thirst is seen in the case of 3 conditions, 3 Ds ഓർത്തോക്കുക: dropsy, diabetes and diarrhea. ഈ 3 കേസിലാണ് there is increased thirst. And one important symptom is there is no thirst in the case of fever. അത് ഒന്ന് ഓർത്തിരിക്കുക. Then hemorrhage. In the case of hemorrhage, hemorrhage from every mucous outlet, nose, throat, lungs, stomach, from all these places there will be hemorrhage. And there is metrorrhagia will be there, vicarious, അതുപോലെ തന്നെ traumatic epistaxis will be there. Hemorrhage from every mucous outlet like ferromellifolium, there will be hemorrhage from every mucous outlet. തേഴ്സ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, അതൊരു ഫിസിക്കൽ ജേർണലിൽ വരുന്നൊരു സിംറ്റമാണ്. ദെൻ പ്രോസ്ട്രേഷൻ ആഫ്റ്റർ ഇഞ്ചുറിക്ക് ശേഷമുള്ള പ്രോസ്ട്രേഷൻ, ഒരു ഇഞ്ചുറി സംഭവിച്ചു അതിന് ശേഷമുള്ള പ്രോസ്ട്രേഷൻ. അതുപോലെ പ്രോസ്ട്രേഷൻ ആഫ്റ്റർ എ സർജിക്കൽ ഷോക്ക്, ആഫ്റ്റർ അനസ്തേഷ്യ. അപ്പോൾ ഏതിന് ശേഷമാണ് പ്രോസ്ട്രേഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കാം. ആഫ്റ്റർ എൻ ഇഞ്ചുറി, ആഫ്റ്റർ സർജിക്കൽ ഷോക്ക് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. ഇതിനകത്തിൽ ഇഞ്ചുറിക്ക് ശേഷം വരുന്നതിനകത്തിൽ നമുക്ക് അസെറ്റിക് ആസിഡ് ആൻഡ് ഓൾസോ സൾഫ്യൂരിക് ആസിഡ് വിൽ ബി ദെയർ. ദെൻ ലൈക്ക് അബ്രോട്ടാനം, acetic acid is also a medicine for wasting disease like marasmus and wasting disease of children. There is വേറെ മെഡിസിൻ ഏതൊക്കെയാണ്? ബ്രോട്ടാനം ഉണ്ടെന്ന് ഓർക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ട്യൂബർക്കുലം, സാനിക്കുല, അയഡം, ഇതൊക്കെ മെറാസ്മസ് മെഡിസിൻസ് ആണ്. ദെൻ തേഴ്സ്റ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദർ ഇസ് ഇൻക്രീസ് തേഴ്സ്റ്റ്, ബേണിംഗ് ടൈപ്പ് ഓഫ് തേഴ്സ്റ്റ് ഇൻ ദ ഡയറിയ, ഡ്രോപ്സി ആൻഡ് ഓൾസോ in the case of diabetes. And there is no thirst in fever. ഓർത്തിരിക്കാം. ഇനി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇൻഹെയിൽ ചെയ്യുമ്പോൾ കഫുള്ള മെഡിസിനാണ് അസെറ്റിക് ആസിഡ്. ആൻഡ് എക്സെയിൽ ചെയ്യുമ്പോൾ കഫുള്ള മെഡിസിൻ ഏതായിരുന്നു? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മെഡിസിനാണ് അക്വണൈറ്റ്. ഇത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ കഫ് വരുന്നത് അസെറ്റിക് ആസിഡ് ആൻഡ് സ്പോഞ്ചിയും കൂടെയുണ്ട്, അത് ഓർത്തിരിക്കാം. അപ്പോൾ proof hissing respiration and cough on inhalation, last stage. And next symptom is inhalation of cider vinegar has successfully used in croup and malignant diphtheria. Okay, inhale cider vinegar, inhale ചെയ്യുന്നത് successfully in the croup and malignant diphtheria we are using. അതൊരു പോയിൻ്റാണ്, അത് ഓർത്തിരിക്കുക. ഈ ഒരു സിംറ്റം തന്നിട്ട് വേണമെങ്കിൽ അത് ഏത് മെഡിസിനാണ് ചോദിക്കാം. അസെറ്റിക് ആസിഡ്, ദെർ ഈസ് ഇൻഹലേഷൻ ഓഫ് സിഡർ വിനീഗർ ഹാസ് സക്സസ്ഫുള്ളി യൂസ്ഡ് ഇൻ ദ ക്രൂപ്പ് ആൻഡ് മാലിഗ്നന്റ് ഡിപ്തീരിയ. നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് ഫീവർ. hectic type of fever ആണ്, like abrotanum, and skin will be very dry, hot, red spots in left cheek and drenching night sweat. Important ആണ് drenching night sweat. Their skin will be dry, hot, red spots in left cheek and drenching night sweat. Already നമ്മൾ പറഞ്ഞു there is no thirst in fever. ഫീവറിൻ്റെ സമയത്ത് തേഴ്സ്റ്റ് ഇല്ല.
ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ് ദർ ഇസ് സെൻസേഷൻ. വാട്ട് ഇസ് എ സെൻസേഷൻ? പേഷ്യൻ്റ് വുഡ് ലൈക്ക് ടു ലൈ ഓൺ ബാക്ക്. അത് വരുന്ന മെഡിസിൻ ആഴ്സാൽവാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് അസെറ്റിക് ആസിഡ് പേഷ്യൻ്റ് കനോട്ട് ലൈ ഓൺ ബാക്ക്. Patient feels very comfortable and better by lying on belly. That is acetic acid. Acetic acid person can't lie on back, but better by lying on back is ourself. Here acetic acid person would like to lie on belly like ammonium carbon. Then ആൻറ്റിഡോട്ട് റിലേഷനിൽ പറയുന്നതാണ് അസെറ്റിക് ആസിഡ് വിൽ ആൻറ്റിഡോട്ട്. എന്തിനെയൊക്കെ ആൻറ്റിഡോട്ട് ചെയ്യുന്നു? ഇങ്ങനെ ഒരു പ്രസൻറ്റേഷനിൽ നമുക്ക് കുറേ കൂടെ ഓർത്തിരിക്കാൻ പറ്റും. ഫ്യൂംസ്, അതുപോലെ ചാർക്കോൾ ഫ്യൂംസ് ഗ്യാസിനെ ആൻറ്റിഡോട്ട് ചെയ്യുന്നു. അനസ്തെറ്റിക് വേപ്പേഴ്സിനെ ആൻറ്റിഡോട്ട് ചെയ്യുന്നു. ഒപ്പിയത്തിനെ സ്ട്രമോണിയത്തിനെ ആൻറ്റിഡോട്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഫ്യൂംസും ചാർക്കോൾ ഫ്യൂംസും ഗ്യാസും ഉണ്ട്. അതുപോലെ തന്നെ അനസ്തെറ്റിക് വേപ്പേഴ്സ് ഉണ്ട്. ഈ 4 പോയിൻറ്റ്സ് ഓർത്തിരിക്കാം. ഇറ്റ് ആൻറ്റിഡോട്ട് അനസ്തെറ്റിക് വേപ്പർ, ഫ്യൂംസ് ഓഫ് ചാർക്കോൾ ആൻഡ് ഗ്യാസ്, ഒപ്പിയം ആൻഡ് സ്ട്രമോണിയം. Then it antidote is cider vinegar antidote carbolic acid. Cider vinegar antidote carbolic acid. ഇനി ഫോളോസ് ആരെയൊക്കെ ഫോളോ ചെയ്യുന്നത്? ഫോളോസ് വെൽ ആഫ്റ്റർ synchrone hemorrhage and digitalis in dropsy. Follows well after synchrone hemorrhage and digitalis in dropsy. Then it aggravates the symptoms of acetic acid is aggravating the symptom of arnica, bell, lachesis, merxol, especially the headache from belladonna. ബെൽഡോണയുടെ ഹെഡേക്കിനെ നല്ല രീതിയിൽ അഗ്രവേറ്റ് ചെയ്യുന്നു അസെറ്റിക് ആസിഡ്. ഇറ്റ് അഗ്രവേറ്റ് ദ സിംറ്റം ഓഫ് ആർണിക്ക, ബെൽഡോണ, ലാക്കസിസ് ആൻഡ് മെർക്ക്. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളൊക്കെ കുറേ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻറ്റിഡോട്ട് ചെയ്യുന്ന ഏതാണ്? സിഡർ വിനീഗർ കാർബോളിക് ആസിഡിനെ ആൻറ്റിഡോട്ട് ചെയ്യുന്നു. ഫോളോസ് വെൽ ആഫ്റ്റർ സിങ്കോണ ഇൻ ഡ്രോപ്സി ആൻഡ് ഡിജിറ്റാലിസ് ഇൻ സിങ്കോണ ഇൻ ഹെമറേജ് ആൻഡ് ഡിജിറ്റാലിസ് ഇൻ ഡ്രോപ്സി. Cough on inhalation and acetic acid vapors, the cider vinegar vapor has been used successfully in croup and malignant diphtheria. Acetic acid person feel comfortable by lying on belly. They can't lie on back. Better by lying on back is ourself. Then hemorrhage from every mucous outlet. There is great prostration. After which condition there will be prostration? After an injury, after anesthesia, after surgical shock. And there is marked marasmus. There is wasting disease. Marasmus and wasting disease of children. Okay, that's about acetic acid.